നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ഉണ്ടാക്കാം. ഇത് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു വേർഷൻ, അതിൻ്റെ കുറച്ചുകൂടി വലിയൊരു വേർഷനാണ്. ഇനി ഇത് സക്സസ് ആയാൽ ഇതിലും വലുതുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടെറാക്കോട്ടയിൽ ഇങ്ങനെ ഒരു പോട്ട് പോലെ ചെയ്തെടുത്തിട്ട് അതിനൊരു നല്ല ഏസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പേർപ്പിൾ കളറാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു ക്ലേ എടുക്കുക. ക്ലേ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് അത് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഫിക്സ് ചെയ്ത് ഇതുപോലെയൊക്കെ ആക്കിയെടുക്കാം. ഇനി അത് നമുക്ക് ഭംഗി തോന്നുന്നില്ല എന്നാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ജസ്റ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഡ്രൈ ആവാത്തതിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊന്നും കൂടി കുറച്ചും കൂടി ഒന്ന് നല്ല ഒരു റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് യെല്ലോയും ഗ്രീനും കൂടി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ലീവ്സ് ആക്കിയിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. വേറെ ഗമ്മും കാര്യങ്ങളൊന്നും ഒട്ടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ സെറ്റ് ആയിക്കോളും. ഇത് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയും കൂടിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് തട്ടിക്കൂട്ടല്ല, അത് വേറെ കാര്യം, അത് വെയിറ്റ് ചെയ്ത് കണ്ടോ. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കുക. നമ്മുടെ കഴിവിനനുസരിച്ച് എത്ര വേണമെങ്കിൽ നമുക്കിത് ഭംഗിയാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ ഈ മുത്തിൽ കോർത്തുണ്ടാക്കിയ കുറേ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഇങ്ങനെ, ഈ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. എന്നിട്ട് ഇത് നമ്മളിനി വൈകുന്നേരത്തെ സൺലൈറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആ സൺലൈറ്റ് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മാജിക്. ഞാൻ തമാശ പറയല്ല, ഇങ്ങനൊരു സാധനമാക്കി നമ്മൾ നമ്മുടെ ലിവിങ് റൂമിലോ നമ്മളെ ബെഡ്റൂമിലോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു സൺലൈറ്റിൽ മാത്രം കിട്ടുന്നൊരു ഹാപ്പിനെസ്സാണ്. പക്ഷേ ആ ഹാപ്പിനെസ് പറഞ്ഞാൽ പ്രോ വേർഷൻ ഓഫ് ഹാപ്പിനെസ് ആണ്. കാരണം നമുക്കത് നമ്മുടെ റൂമിൽ ഫുള്ള് ഈ ഒരു ഗ്ലിറ്റർ ഇങ്ങനെ ഓടി നടക്കുമ്പോഴേ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. ഇതുപോലൊരു സൺ ക്യാച്ചർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളെ ബെഡ്റൂമിലോ ലിവിങ് ഏരിയയിലോ ഒക്കെ വെക്കണം. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നെങ്കിൽ ഒരെണ്ണം വാങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സൺലൈറ്റ് വരുമ്പോഴുള്ള ആ ഒരു കാഴ്ച ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള സൺ ക്യാച്ചേഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. താങ്ക്